അപ്പോ നീ എങ്ങനെ വരും? മനു ചോദിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ എൻ്റെ പടക്കുതിരയിൽ വന്നോളാം. ക്ലാസ് കഴിഞ്ഞ് ഞാൻ കഫേയിലേക്ക് വരാം, കുഞ്ചു പറഞ്ഞു. എന്നാ ചെല്ല്, പോയി റെഡിയാവാൻ നോക്ക്. ഈശ്വർ പറഞ്ഞതും അവരകത്തേ കയറി. ആ വന്നോ, ദേ സമയം പോയി, ചെല്ല്, പോയി ചേഞ്ച് ചെയ്തിട്ട് വാ, അപ്പോഴേക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. ജാനകി അവരെ കണ്ട് പറഞ്ഞതും ശിവയും കുഞ്ചും റൂമിലേക്ക് പോയി. ശിവ റൂമിലേക്ക് ചെന്ന് കബോർഡ് തുറന്നു. ഒരു പീച്ച് കളർ സിമ്പിൾ കുർത്തിയും വൈറ്റ് പാൻറ്റും എടുത്തിട്ടു. മുഖത്ത് ചമയുമെന്ന് പറയാൻ ഐലൈനർ കൊണ്ട് കണ്ണിന് മുകളിൽ എഴുതി. കാതിലൊരു ജിമുക്ക, ഒരു പൊട്ട് വെച്ചു. മുടി കുറച്ച് മാത്രം എടുത്ത് ക്രാബ് ഇട്ടു. ഒരു കയ്യിലൊരു സിമ്പിൾ വളയും മറുകൈയിലൊരു വാച്ചും. കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി. ഇന്നലെ എടുത്തു വെച്ച ബാഗായി അവൾ റെഡിയായി ഇറങ്ങി. ശിവ താഴേക്ക് ചെല്ലുമ്പോൾ അമ്മമാർ ടേബിൾ ഓരോന്നെടുത്ത് വെക്കുന്ന തിരക്കിലായിരുന്നു. ശിവ ബാഗ് അവിടെയുള്ള സോഫയിൽ വെച്ച് അവരെ സഹായിക്കാൻ ചെന്നു. പക്ഷേ അവർ സമ്മതിച്ചില്ല. വേണ്ട വേണ്ട, ചെല്ല്, അവിടെ പോയിരിക്ക്, കോളേജിൽ പോകേണ്ടതല്ലേ, മുത്തശ്ശി പറഞ്ഞു. ശിവ മടിച്ചു നിന്നു. പിന്നെ മുത്തശ്ശി തന്നെ അവളെ പിടിച്ചിരുത്തി. അപ്പോഴേക്കും ബാക്കിയുള്ളവരും വന്നിരുന്നു. അമ്മമാർ തന്നെ വിളമ്പിക്കൊടുത്തു. അവരും ഇരുന്നു. ത്രിലോക് ശിവയുടെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇരുന്നത്. അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. ഒന്ന് പതുക്കെ നോക്ക്, അതിന്റെ ചോര മുഴുവൻ ഊറ്റി കുടിക്കുമല്ലോ, പാവം അത്, എന്തെങ്കിലും കഴിച്ചോട്ടെ. ത്രിലോകിനെ കേൾക്കാൻ പാകത്തിന് സിദ്ധു പറഞ്ഞതും ത്രിലോക് തലചരിച്ച് അവനൊരു നോട്ടം നോക്കി. അത് കണ്ടതും സിദ്ധു വായ്ക്ക് സിബിട്ടു. ഇതെന്ത് പറ്റി ശിവക്കുട്ടിയുടെ മുഖം വാടിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്ലേറ്റിൽ വിരലിട്ടിരിക്കുന്ന ശിവയെ നോക്കി വീർ ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് വിശക്കുന്നില്ല. ശിവ പറഞ്ഞതും ത്രിലോക് അവളെ നോക്കി. പിന്നെ പ്ലേറ്റിലേക്കും എടുത്തത് അങ്ങനെ തന്നെയുണ്ട്. ത്രയാ, കണ്ണൻ വിളിച്ചതും ശിവ അവനെ നോക്കി. കണ്ണൻ കണ്ണുകൊണ്ട് കഴിക്കാൻ പറഞ്ഞതും ശിവ ദയനീയമായി അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും കണ്ണന് കാര്യം മനസ്സിലായി. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തൊരു നമ്പർ ഡയൽ ചെയ്തു അവൾക്ക് നേരെ നീട്ടി. ശിവ സംശയത്തോടെ അവനെ നോക്കി. പിടിക്ക് ത്രയാ, നിനക്കാണ്. കണ്ണൻ പറഞ്ഞതും ശിവ സംശയിച്ച് ഫോൺ വാങ്ങിച്ചു. കോൾ അറ്റൻഡ് ചെയ്തതും ശിവ കണ്ണനെ നോക്കി. അവൻ കണ്ണുകൊണ്ട് സംസാരിക്കാൻ പറഞ്ഞതും ശിവ തല കുലുക്കി. ഹലോ ശിവമോളെ, ചെറിയമ്മ. ശിവ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് കണ്ണനെ നോക്കി. കണ്ണൻ കണ്ണ് ചിമ്മി കാണിച്ചു. ശിവമോളെ, കേൾക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട് ചെറിയമ്മേ, നിറഞ്ഞ കണ്ണുകളോടെ ശിവ പറഞ്ഞു. ബാക്കി എല്ലാവരും ഒരു ചിരിയോടെ അത് കണ്ടു നിന്നു. അപ്പോഴും ത്രിലോക് നോക്കിയത് ശിവയും കണ്ണനെയുമാണ്. അവൻ ദേഷ്യത്തോടെ സിദ്ധുവിനെ നോക്കി. സിദ്ധു ആണെങ്കിൽ പ്ലേറ്റ് ദോശയെ വധിക്കുന്ന തിരക്കിലാണ്. ചെറിയമ്മയുടെ കുട്ടി ഒന്നുകൂടി വിഷമിക്കണ്ട കേട്ടോ. നന്നായി പഠിച്ചുമ്പോൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കാൻ ചെറിയമ്മ പ്രാർത്ഥിക്കാൻ കേട്ടോ. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു. ശിവ ഫോൺ വെച്ച് കണ്ണന് നേരെ നീട്ടി. ഇപ്പോൾ ഓക്കെ ആയോ? കണ്ണൻ ചോദിച്ചതും ശിവ ചിരിയോടെ തല കുലുക്കി. ആ, എന്നാ കഴിക്കാൻ നോക്ക്. കണ്ണൻ പറഞ്ഞതും ശിവ കഴിക്കാൻ തുടങ്ങി. അപ്പോഴും ത്രിലോകിന്റെ ഉള്ളിൽ കണ്ണന്റെയും ശിവയുടെയും സൗഹൃദമായിരുന്നു. പരസ്പരം അവർക്ക് നന്നായി അറിയാമെന്ന് അവന് മനസ്സിലായി. പിന്നെ കഴിച്ചു കഴിഞ്ഞ് കുഞ്ചു അവളുടെ സ്കൂട്ടിയിലും മനു അവന്റെ ബൈക്കിലും കോളേജിലേക്ക് പോയി. ശിവ കണ്ണന്റെ ഒപ്പം കാറിലും. കോളേജിലേക്കുള്ള യാത്രയിലാണ് കണ്ണനും ശിവയും. കണ്ണനാണ് ഡ്രൈവ് ചെയ്യുന്നത്. കോ ഡ്രൈവിംഗ് സീറ്റിൽ ശിവയും. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കണ്ണൻ ശിവയെ നോക്കി. ടെൻഷൻ കൊണ്ട് കൈകൾ കോർക്കുകയും അഴിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് കണ്ണൻ ചിരി വന്നു പോയി. എൻ്റെ ത്രയാ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കണ്ണൻ മിറർ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചു. അറിയില്ല കണ്ണേട്ടാ, എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ. ശിവ പരിഭ്രമത്തോടെ പറഞ്ഞതും കണ്ണൻ ചിരിച്ചു. ത്രയാ നോക്ക്, നീ പോകുന്നത് പഠിക്കാനല്ലേ, അതും PG. അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കൂളായിട്ട് പോവുക വരിക, അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, കണ്ണടിച്ചൊരു ഡീപ് ബ്രീത്ത് എടുത്ത് അപ്പോൾ ഒന്ന് റിലാക്സ് ആവും. കണ്ണൻ പറയുന്നതും ശിവ കണ്ണുകൾ അടച്ചൊന്ന് ബ്രീത്ത് എടുത്തു. ഇപ്പോൾ ഓക്കെ ആയോ? കണ്ണൻ പുഞ്ചിരിയോട് ചോദിച്ചതും ശിവ ചിരിയോടെ തലയാട്ടി. കുറച്ചു സമയത്തിന് ശേഷം അവരുടെ കാർ VJ കോളേജിന് മുന്നിൽ നിന്നു. ശിവ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി. ക്ലാസ് ടൈം തുടങ്ങാത്തത് കൊണ്ട് കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അതെ, കോളേജിന്റെ ഭംഗി നമുക്ക് പിന്നെ ആസ്വദിക്കാം, ഇറങ്ങ്. കാർ പാർക്കിങ്ങിൽ നിർത്തിക്കൊണ്ട് കണ്ണൻ പറയുന്നതും ശിവ ചിരിയുടെ തുറന്നിറങ്ങി. പെട്ടെന്ന് എന്ത് ദേഹത്ത് വന്ന് തിട്ടിയതും ശിവ ഒന്ന് വീഴാൻ പോയി. പക്ഷേ ഡോറിൽ പിടിച്ചത് കൊണ്ട് അവൾ വീണില്ല. സോറി കണ്ടില്ല, എന്തെങ്കിലും പറ്റിയോ? ശിവയെ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല, ശിവ പറഞ്ഞുകൊണ്ട് ഡോർ അടച്ചു. എന്തു പറ്റി ത്രയാ? കണ്ണൻ ചോദിച്ചും ശിവ തൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിയെ നോക്കി. അത് ഈ കുട്ടി വന്ന് പെട്ടെന്ന് തട്ടിയപ്പോൾ ബാലൻസ് കിട്ടിയില്ല. ശിവ പറയുന്നതും കണ്ണൻ നോക്കിയപ്പോൾ കണ്ടു അവരെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്താടോ ഇത്, നോക്കി നടക്കണ്ടേ? കണ്ണൻ പറഞ്ഞു. സോറി ചേട്ടാ, പെട്ടെന്ന് കണ്ടില്ല, അതാ. ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു. സാരമില്ലടോ, താൻ ഇനി സോറി ഒന്നും പറയണ്ട, എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ശിവ ചിരിയോടെ പറയുന്നതും ആ കുട്ടി ഒന്ന് ചിരിച്ചു. ഹലോ, ദീക്ഷ മേനോൻ. ശിവയ്ക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അവൾ പരിചയപ്പെടുത്തി. ശിവത്രയ ഭദ്ര. ശിവയും തിരിച്ച് കൈ കൊടുത്തു. ശിവത്രയ ഭദ്ര, ഇതുവരെ അങ്ങനെ കേൾക്കാത്തൊരു പേരാണല്ലോ. ദീക്ഷ ചിരിയോടെ പറഞ്ഞു. ഇവിടെ ഏത് കോഴ്സാണ് ദീക്ഷ? ഞാൻ PG ആണ്. ഓ താങ്ക് ഗോഡ്, ഞാനും അതെ, ഒരു കൂട്ടായല്ലോ. ശിവയ്ക്ക് മനസ്സിലായി ആളുടെ കൊച്ചു വായാടിയാണെന്ന്. ഇതാരാ, ബ്രദറാണോ? കണ്ണനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, തൃശൂൽനാഥ് വസിഷ്ഠ, കണ്ണനെന്ന് വിളിക്കും. ശിവ പറയുന്നതും ദീക്ഷ കണ്ണും തള്ളി നിന്നുപോയി. യു മീൻ വസിഷ്ഠ ഗ്രൂപ്പ്?
ദീക്ഷ ആകാംക്ഷയോട് ചോദിച്ചു. കണ്ണൻ അതിന് ചെറുചിരിയോടെ തലയാട്ടി. ഞാൻ കണ്ടിട്ടുണ്ട് വസിഷ്ഠ ഗ്രൂപ്പിനെ പറ്റി. ദീക്ഷ പറഞ്ഞതും കണ്ണൻ ചിരിച്ചു. അപ്പോൾ കൂട്ടായാലോ? ഞാൻ വരണ്ടല്ലോ? കണ്ണൻ ശിവയോട് ചോദിച്ചു. എന്തിന്? ഞാനുണ്ടല്ലോ, ഞങ്ങൾ രണ്ടാളും കൂടി പൊക്കോളാം. ദീക്ഷ ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് കണ്ണനോട് പറഞ്ഞു. എന്നാ ശരി. ശിവയെ നോക്കി അതും പറഞ്ഞ് കണ്ണൻ കാറിലേക്ക് കയറി അവിടെ നിന്ന് പോയി. തൃശൂർ സാറിന് ശിവയെ നല്ല കാര്യം താണല്ലേ? അതിനൊരു പുഞ്ചിരിയായിരുന്നു ശിവയുടെ മറുപടി. വിശാലമായ ക്യാമ്പസ് ആയിരുന്നു. കുറച്ച് നടക്കാനുണ്ട്. നടപ്പാതയുടെ ഇരുവശങ്ങളിലും മരങ്ങൾ തെങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓരോ മരത്തിന് താഴെ ഇരിക്കാനുള്ള ബെഞ്ചും ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾ പരസ്പരം സംസാരിച്ചും വഴക്കുകൂടിയും എല്ലാം ഇരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു ചിരിയോടെ അതൊക്കെ കണ്ടു നിന്ന് നടന്നു. ശിവ, നീ അറിയോ ക്ലാസ് എവിടെയാണെന്ന്? ദീക്ഷ ചുറ്റും നോക്കി. ഇല്ല ദീക്ഷ, അന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതല്ലേ, ക്ലാസ് ഒന്നും കണ്ടില്ല. ശിവയും ചുറ്റും നോക്കി. എന്നാ ഇങ്ങനെ ദീക്ഷ എന്ന് വിളിക്കേണ്ട, ദച്ചു എന്ന് വിളിച്ചു. അങ്ങനെയാ എല്ലാരും വിളിക്കുന്നത്. ചെറുചെറിയുടെ ദീക്ഷ ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കുക? ആ, ദേ ഒരു ചേട്ടൻ വരുന്നു, അങ്ങേരോട് ചോദിക്കാം. ദൂരെ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി ദീക്ഷ പറഞ്ഞു. എക്സ്ക്യൂസ് മീ. യെസ്. അതെ, ഈ PG ക്ലാസ് എവിടെയാണെന്ന് അറിയോ? ന്യൂ അഡ്മിഷൻ ആണോ? ആ അതെ, ദാ ആ ബ്ലോക്കിലാണ് PG ക്ലാസ് ഒക്കെ, അങ്ങോട്ട് പോയിക്കോളൂ. കുറച്ച് മാറിയുള്ള ബിൽഡിംഗ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു. താങ്ക്സ് ചേട്ടാ. ശിവ വാ. ശിവയുടെ കൈ പിടിച്ച് ദീക്ഷ അവിടെ നിന്ന് നടന്നു. അവർ ചെല്ലുമ്പോൾ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിച്ചവർ ഒരു ബെഞ്ചിൽ പോയിരുന്നു. ഹായ്, ആദ്യവിക വർമ്മ. അവരുടെ അടുത്തൊരു പെൺകുട്ടി വന്ന് കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. ദീക്ഷ മേനോൻ, ശിവത്രയ ഭദ്ര. വളരെ പെട്ടെന്ന് തന്നെ അവർ അടുത്തു. അമൃതയെ അവർ അമ്മു എന്ന് വിളിച്ചു. സമയമായതും ക്ലാസ്സിലേക്ക് ഒരു സാറ് വന്നു. സാറിനെ കണ്ടതും പെൺപിള്ളേരുടെ കണ്ണുകളിൽ സ്റ്റാർ കത്തി. ആ ആൺപിള്ളേരാണെങ്കിൽ ഞങ്ങൾക്കൊരു ഭീഷണിയായല്ലോ എന്നുള്ള ഭാവത്തിലായിരുന്നു. ശിവ, ദേടി മറ്റേ ചേട്ടൻ. ശിവയുടെ കയ്യിൽ തോണ്ടി ദച്ചു പറഞ്ഞു. ഏത് ചേട്ടൻ? നീ എന്തൊക്കെയാ ദച്ചു പറയുന്നത്? സംശയഭാവത്തോടെ അമ്മു ദച്ചുവിനെ നോക്കി. എടി, അത് നേരത്തെ ഞങ്ങൾ ക്ലാസ് പാർ തന്നത് ഈ സാറാണ്, പക്ഷേ ഈ ഡ്രസ്സ് അല്ലായിരുന്നു. ദച്ചു സാറിനെ ഇരുത്തി നോക്കി. ഹായ് സ്റ്റുഡൻസ്, മൈസെൽഫ് ആദിദേവ് വർമ്മ. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ്. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ആദിദേവ് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പെട്ടെന്ന് എല്ലാവരുടെയും പേര് ഓർമ്മ നിൽക്കില്ല. പതിയെ പതിയെ ഞാൻ പഠിച്ചോളാം. സാർ ചോദിച്ചതും എല്ലാവരും അവരുടെ പേരുകൾ പറയാൻ തുടങ്ങി. അവസാനം ശിവയുടെ ബെഞ്ചിലെത്തി. ശിവത്രയ ഭദ്ര, ആദ്വിക വർമ്മ, ദീക്ഷ മേനോൻ. പേര് പറയുമ്പോൾ ദച്ചു ആദിദേവിനെ നോക്കി. യാതൊരു പരിചയഭാവവും ആ മുഖത്ത് കാണുന്നില്ല. ഓ ജാട, ഇനി എൻ്റെ പട്ടി മൈൻഡ് ചെയ്യും. ചുണ്ടുകൂട്ടിക്കൊണ്ട് ദച്ചു ശിവയും അമ്മവും കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതും അവർ ചിരിച്ചു. പിന്നെ അവരുടെ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അടുത്തവരുടെ ബെല്ലടിച്ചതും ആദിദേവ് അവരോട് ബായ് പറഞ്ഞു പോയി. അന്ന് പിന്നെ 2-3 ടീച്ചേഴ്സ് വന്നു. ചുമ്മാ ഇൻട്രോ മാത്രം പറഞ്ഞു. ഉച്ചയ്ക്ക് വിട്ടതും ദച്ചു അവരെയും വിളിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ല. ദച്ചു അവരെ നോക്കി ഇളിച്ച് ക്യാൻറ്റീന് പുറത്തുള്ള മരത്തിന്റെ താഴെയുള്ള സിമെന്റ് ബെഞ്ചിലിരുന്നു. എന്തെങ്കിലും വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. പെട്ടെന്ന് ശിവയുടെ ബാഗിൽ നിന്ന് ഫോൺ ബെൽ ചെയ്തതും ശിവ ഫോൺ എടുത്ത് നോക്കി. കുഞ്ചു കോളിംഗ് എന്ന് കണ്ടതും അവളൊരു ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഇല്ല, ക്യാൻറ്റീനിലുണ്ട്. ആണോ? എന്നാ ഇങ്ങോട്ട് വാ. ശരി. ആരായിരുന്നു? അമ്മു ശിവയോട് ചോദിച്ചു. അനിയത്തിയാ, ഇവിടെയാ പഠിക്കുന്നത്. ശിവ, ആദ്യം എവിടെയാ പഠിച്ചത്? ഞാൻ എൻ്റെ നാട്ടിലുള്ള കോളേജിൽ. പിന്നെന്താ ഇവിടേക്ക് വന്നത്? അത് പിന്നെ ശിവ പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടി. ഏയ് വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ, പിന്നെ പറഞ്ഞാൽ മതി. അമ്മു ശിവയുടെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് പറഞ്ഞു. അത് ശിവയ്ക്കൊരു ആശ്വാസമായിരുന്നു. ഓ, എന്ത് തിരക്കാണ് ഇവിടെ, മനുഷ്യൻ ഇപ്പോൾ ചത്തേനെ. കയ്യിൽ 3 ചായകപ്പുമായി വന്നുകൊണ്ട് ദച്ചു പറഞ്ഞു. ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇന്നാ പിടിച്ചോ. ദച്ചു അവർക്ക് ഓരോ കപ്പ് കൊടുത്തു. പിന്നെ 3 പേരും പരസ്പരം സംസാരിച്ചിരുന്നു. ശിവേച്ചി. പെട്ടെന്ന് അങ്ങനെ ശബ്ദം കേട്ടതും അവർ 3 തിരിഞ്ഞു നോക്കി. ചിരിയോടെ അവരുടെ അടുത്തേക്ക് വരുന്ന കുഞ്ചുവിനെയും മനുവിനെയും കണ്ടതും ശിവ ചിരിച്ചു. ദച്ചു, ദച്ചു, അമ്മു, ഇതാണ് എൻ്റെ അനിയത്തിയും അനിയനും, മാൻവി, മാനവ്. ശിവ അവരെ പരിചയപ്പെടുത്തി. കുഞ്ചു, മനൂട്ട, ഇതെന്റെ ഫ്രണ്ട്സ് ദീക്ഷ, ആദിവിക. പെട്ടെന്ന് തന്നെ അവരും കൂട്ടായി. കുറച്ച് സമയം കഴിഞ്ഞതും അവർ ബായ് പറഞ്ഞിറങ്ങി. ശിവ കുഞ്ചുവിനൊപ്പം സ്കൂട്ടിയിലും മനു അവന്റെ ബൈക്കിലും കയറി കഫേയിലേക്ക് വിട്ടു. എല്ലാവരും പോയതും പാച്ചു ഒറ്റയ്ക്ക് ഇരിപ്പായി. ചെക്കനാണെങ്കിൽ ആരുമില്ലാതെ ഇരുന്നിട്ട് ബോറടിച്ച് സോഫയിലിരുന്ന് ലേസ് തീറ്റയാണ്. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് ഓരോന്ന് കഴിക്കുന്നത്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കടുത്തു. സിദ്ധുവേട്ടൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ച ആ രാവണൻ ഉണ്ടാവും കൂടെ. സ്വയം ഓരോന്ന് പറഞ്ഞ് ലേസ് കഴിച്ച് സോഫയിലിരുന്നു. അപ്പോഴാണ് ഫോൺ ചെയ്തുകൊണ്ട് പ്രദീപ് വരുന്നത്. സോഫയിലിരിക്കുന്ന പാച്ചുവിനെ കണ്ടതും ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവൻ എതിർവശത്തുള്ള സോഫയിലിരുന്നു. പ്രദീപ് വന്നതൊന്നും അറിയാതെ ഗഹനമായ ആലോചനയിലാണ് പാച്ചു. എന്താണെന്ന് ചോദിക്കരുത്, എന്താണ് ആലോചിക്കുന്നതെന്ന് അവന് തന്നെ ബോധമില്ല. ആ പെട്ടെന്ന് എന്തോ ഓർത്ത് ചുണ്ടുകൾ സ്വയം കടിച്ചതും പാച്ചു ഒച്ചയെടുത്ത് പോയി. ചുണ്ടു പുറത്തേക്ക് കുത്തി അവൻ നോക്കി. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് പ്രദീപ് ഫോൺ മാറ്റി പാച്ചുവിനെ നോക്കി. താൻ വന്നതുപോലും അറിയാതെ ഇരിക്കുന്നതിനെ കണ്ടതും പ്രദീപ് അവനെ വിളിച്ചു. പാച്ചു. ആരോ തന്നെ വിളിച്ചതുപോലെ തോന്നി പാച്ചു കണ്ണുകൾ ഉയർത്തി നോക്കി.
തന്നെ നോക്കിയിരിക്കുന്ന പ്രദീപിനെ കണ്ടിട്ട് പോലും അവൻ അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും അവന്റെ പണി തുടർന്നു. ഞാൻ നിന്നെയാണ് വിളിച്ചത്, കേട്ടിട്ടും കേൾക്കാതെ പോലെ ഇരിക്കുന്നതാണോ? ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പ്രദീപ് ചോദിച്ചു. വിളിച്ചത് കേൾക്കാതെ ഇരിക്കാൻ എനിക്ക് കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭാവമാറ്റമൊന്നുമില്ലാതെ തന്നെ പാച്ചു പറഞ്ഞു. പാച്ചു, ഞാൻ നിന്റെ അച്ഛനാണ്. എന്നോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതോ നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ സംസാരിക്കാൻ? തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കണ്ടതും അവൻ ദേഷ്യത്തോടെ പ്രദീപിനെ നോക്കി. ഞാൻ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. അതിനാരുടെയും ക്ലാസ് ഒന്നും എനിക്ക് വേണ്ട. പാച്ചു അല്പം പരിഹാസത്തോടെ തന്നെ പറഞ്ഞു. പാച്ചുവിൻ്റെ വാക്കുകൾ അതിര് കടക്കുന്നു. ഞാൻ നിന്റെ അച്ഛനാണ്, സംസാരിക്കുമ്പോഴത് ഓർക്കണം. പ്രദീപ് പറഞ്ഞതും പാച്ചു പുച്ഛിച്ചു. അച്ഛനാണെന്നുള്ള ബോധമുണ്ടല്ലോ, ഭാഗ്യം. അല്ല, എന്താ കാര്യം? അല്ലാതെ വെറുതെ ഒന്നും മിസ്റ്റർ പ്രദീപ് എന്നോട് സംസാരിക്കില്ലല്ലോ. പ്രദീപിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ. പാച്ചുവിൻ്റെ സംസാരം നല്ല രീതിയിൽ തന്നെ പ്രദീപിനെ ചൊടിപ്പിച്ചു. പാച്ചു! മഞ്ജുവിൻ്റെ വിളി വന്നതും അവൻ യാതൊരു ഭാവമാറ്റമില്ലാതെ തന്നെ തൻ്റെ അമ്മയെ നോക്കി. ആരോടാ നീ സംസാരിക്കുന്നത്? ദേഷ്യത്തോടുള്ള മഞ്ജുവിൻ്റെ ചോദ്യത്തിന് പാച്ചു ഒന്നും മിണ്ടിയില്ല. അച്ഛനാണെന്നുള്ള ബോധം എനിക്ക് മാത്രമല്ല വേണ്ടത്, സ്വന്തം മകനാണെന്നുള്ള ബോധം ഈ നിൽക്കുന്ന അച്ഛനും വേണം. പ്രദീപിനെ നോക്കി പാച്ചു പറഞ്ഞു. പിന്നെ ഇപ്പോൾ വന്നതിന് പിന്നിലെ കാര്യം അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊരിക്കലും നടക്കില്ല. അതിന് വെച്ച വെള്ളം ഇപ്പോഴും ഇറക്കി വെച്ചോ. നടക്കില്ലത്. ഉറച്ച തീരുമാനം പറഞ്ഞുകൊണ്ട് പാച്ചു പോയി. അവൻ പോയതും പ്രദീപ് ദേഷ്യത്തോടെ മഞ്ജുവിനെ നോക്കി. ഇതിൻ്റെ പേരിൽ എൻ്റെ അമ്മയുടെ ദേഹത്തൊരു പോറലെങ്കിലും വീണാൽ തന്തയാണെന്ന് നോക്കില്ല ഞാൻ, പറഞ്ഞേക്കാം. പെട്ടെന്ന് നിന്ന് തിരിഞ്ഞ് പ്രദീപിനെ നോക്കി കത്തുന്ന മിഴികളോട് പറഞ്ഞുകൊണ്ട് പാച്ചു പോയി. പാച്ചുവിൻ്റെ പെരുമാറ്റവും സംസാരവും നന്നായി തന്നെ പ്രദീപിനെ ചൊടിപ്പിച്ചു. എന്തോ തീരുമാനിച്ച പോലെ അയാൾ മഞ്ജുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഇതെല്ലാം നിസ്സഹായി നോക്കി നിൽക്കാനേ ആ അമ്മയ്ക്കായുള്ളൂ. ഒരു വശത്ത് തൻ്റെ താലിയുടെ ഉടമയും മറുവശത്ത് താൻ നൊന്ത് പ്രസവിച്ച തൻ്റെ മോനുമാണ്. മൂത്ത രണ്ടുപേരെക്കാളും തന്നെ സ്നേഹിക്കുന്നവൻ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്നറിയാതെ അവർ ഉഴറി. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞ മഞ്ജു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഹേമയും ജാനകിയും കണ്ടതും എന്തു പറയുന്നറിയാൻ നിന്നുപോയി. അവരെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനവർക്കായില്ല. ഇനിയും ഇവിടെ നിന്നാൽ താൻ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് മനസ്സിലായതും മഞ്ജു എവിടെ നിന്ന് പോയി. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. മഞ്ജു പോയ വഴിയെ നോക്കി ഹേമ പറഞ്ഞു. പാച്ചു ഇത്രയും പറയണമെങ്കിൽ അവൻ ഒത്തിരി നൊന്തിട്ടുണ്ട്. ഏട്ടത്തി, ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നത്. ജാനകിയും തൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം പറഞ്ഞു. തൽക്കാലം ഇത് ആരോടും പറയണ്ട, നമുക്ക് നോക്കാം, ഹേമ പറഞ്ഞു. കുഞ്ചുവിനൊപ്പം ഖപ്പയിലേക്കുള്ള യാത്രയിലാണ് ശിവ. അവരോടൊപ്പം ബൈക്കിൽ മനുവുമുണ്ട്. രണ്ടെണ്ണത്തിനെ വിടാൻ അവനത് മനസ്സ് വന്നില്ല. ശിവേച്ചി, നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ? സ്കൂട്ടി ഓടിക്കുന്നതിൽ കുഞ്ചു ചോദിച്ചു. കഫേയിലേക്കല്ലേ? ശിവ ചോദിച്ചു. ആ, അത് ആരുടെയാണെന്ന് അറിയോ? ഇല്ല. നമ്മളിപ്പോൾ പോകുന്നത് കണേട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സിസ്റ്റർ നടത്തുന്ന കഫേയിലേക്കാണ്. കുഞ്ചു പറഞ്ഞതിന് ശിവയെന്ന് മൂളി. കുറച്ച് കഴിഞ്ഞും സിറ്റിയിൽ നിന്ന് ഒതുങ്ങി ഒരു കോഫി ഷോപ്പിന് മുന്നിൽ കുഞ്ചു നിർത്തി. പിന്നാലെ മനുവും. ശിവ ചുറ്റുമൊന്ന് നോക്കി. ഉച്ചയായതുകൊണ്ടായിരിക്കും അങ്ങനെ ആൾക്കാരൊന്നുമില്ല. പുറത്ത് നോക്കിയാൽ ഷോപ്പിൻ്റെ അകം ചെറുതായി കാണാൻ പറ്റും. ശിവ ഷോപ്പിൻ്റെ പേരൊന്ന് നോക്കി. കാഫേ കാലമൻറ്റൈൻ. അവൾക്ക് എന്തോ ആ പേര് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതെ, ഭംഗിയൊക്കെ നമുക്ക് പിന്നെ ആസ്വദിക്കാം, ഇപ്പോൾ അകത്തേ കയറ്, മനു പിന്നിൽ നിന്ന് പറഞ്ഞു. ശിവ തലയാട്ടി അകത്തേ കയറി. അകത്തേ കയറിയപ്പോൾ തന്നെ സോഫ്റ്റ് മെലഡി സോങ്സ് കേൾക്കാം. അതുപോലെ കുറച്ച് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഹലോ! പെട്ടെന്ന് പിന്നിൽ നിന്ന് ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കി. ബ്ലാക്ക് ഷർട്ടും അതിന് മുകളിൽ ഒരു എപ്രനും ധരിച്ച് ഒരു ക്യാപ്പും ധരിച്ച് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അവർ പരസ്പരം നോക്കി. ഇങ്ങനെ പരസ്പരം നോക്കണ്ട, നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാവില്ല, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. ചേച്ചി ഇപ്പോൾ വരും, ഒരു അർജന്റ് കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാ, ആ പെൺകുട്ടി ചിരിയോടെ പറഞ്ഞു. അല്ല, തനിക്ക് ഞങ്ങളെ? മനു ഒന്ന് സംശയിച്ച് ചോദിച്ചു. എങ്ങനെ അറിയാന്നല്ലേ, ചേച്ചി പറഞ്ഞിരുന്നു ഇന്ന് നിങ്ങൾ വരുമെന്ന്. അപ്പോൾ ഞാനൊന്ന് ഊഹിച്ചതാണ്. എന്തായാലും എന്നെ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അലീന. കൈനീട്ടിക്കൊണ്ട് അലീന പറഞ്ഞതും കുഞ്ചു കൈനീട്ടി. പേര് പറയണ്ട, എനിക്കറിയാം, മാൻവി അല്ലേ? പെട്ടെന്ന് പറയാൻ തുടങ്ങിയ കുഞ്ചുവിനെ തടഞ്ഞുകൊണ്ട് അലീന പറഞ്ഞു. ഇത് ശിവ എന്ന ശിവത്രയ ഭദ്ര. ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളുടെ പേരൊക്കെ എങ്ങനെ? ശിവ സംശയത്തോട് ചോദിച്ചു. ചേച്ചി പറഞ്ഞു. അതേപോലെ കുറച്ചു മുൻപ് തൃശൂൽ സാർ വന്നിരുന്നു, അപ്പോൾ പറഞ്ഞു തന്ന പേര്. അലീന പറഞ്ഞു. അല്ലടോ, ഇവിടെ വേറെ ആരും ഇല്ലേ? അതെന്താ, ഞാൻ പോരെ ഇവിടെ? അതല്ലടോ, ഇവിടെ വേറെ സ്റ്റാഫ് ഒന്നുമില്ലേ? ഇവിടെ മൊത്തം 5 സ്റ്റാഫുണ്ട്, എല്ലാ സ്ത്രീകളാണ്. ഇപ്പോൾ ഒരാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് കണ്ണേട്ടൻ നിങ്ങളെ ഇവിടെ തന്നെ ആക്കിയത്. നിങ്ങൾ വന്നോ? അകത്തേ കയറി വന്നുകൊണ്ട് ചോദിച്ചതും അവരൊന്ന് ചിരിച്ചു. ദാ വന്നതാണ് ഈ ഷോപ്പിൻ്റെ ഓണർ കം കുക്ക്, മിസ് ലിയ മാത്യു കുരിശിങ്കൽ. ആളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നിങ്ങളിപ്പോൾ വന്ന പിള്ളേരെ? കയ്യിലുള്ള കവറെല്ലാം അവിടെയുള്ള ടേബിൾ വെച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താം, ലിയ മാത്യു കുരിശിങ്കൽ, ഈ ഷോപ്പിൻ്റെ ഓണർ. കണ്ണൻ പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന്.
ലിയ പറഞ്ഞതും അവരും പേരൊക്കെ പറഞ്ഞു. എന്ത് നോക്കി നിൽക്കുക, കുറച്ച് വെള്ളം എടുത്തിട്ട് വായോ, മനുഷ്യൻ ചത്തു. മനുവിനെ നോക്കി നിൽക്കുന്ന അലീനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും വരാന്ന് പറഞ്ഞതാ. അപ്പോ എന്താ പറഞ്ഞത്? ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നല്ലേ? എന്തിനാ കഴിഞ്ഞ തവണ കൊണ്ടുപോയതുപോലെ ആരുടെയെങ്കിലും തലയടിച്ച് പൊട്ടിക്കാനാ? അവളെ കൂർപ്പിച്ച് നോക്കി ലിയ ചോദിച്ചതും അലീന അവരെ നോക്കി ഇളിച്ചു കാണിച്ചു. തലയടിച്ച് പൊളിച്ചുവോ? ആരുടെ? കുഞ്ചു കണ്ണു തള്ളി അലീനയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അവിടുന്ന് മുങ്ങാൻ വേണ്ടി അലീന പറഞ്ഞു. എവിടെ പെണോ? കാര്യം പറഞ്ഞു കൊടുക്കും മുത്തേ, അവരും അറിയട്ടെ. ലിയ അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞതും അലീന അവരെ നോക്കി ഇളിച്ചു കാണിച്ചു. എന്താ ഇളി? ലിയ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ആർക്കായാലും ഒരു അബദ്ധം ഒക്കെ പറ്റും. നെയിൽ പോളിഷിന്റെ ഭംഗി നോക്കിക്കൊണ്ട് അലീന പറഞ്ഞു. അബദ്ധം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ലിയ പറഞ്ഞതും അവിടെ നിഷ്കുഭാവം. അതെ, കാര്യം എന്തെന്നും കൂടി പറയൂ. അതൊന്നുമില്ല, അന്ന് പോയത് മാളിലാണ്. പർച്ചേസിംഗ് കഴിഞ്ഞ് ഫുഡ് കോർട്ടിൽ പോയി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ കാൽ തോണ്ടുന്ന പോലെ തോന്നിയതായിരിക്കുന്നു വിചാരിച്ചത് മൈൻഡ് ചെയ്തില്ല. പിന്നെയും തോന്നിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരുത്തൻ ഇരിക്കുന്നു. ഞാനൊന്ന് സംസാരിക്കാൻ തിരിഞ്ഞിരുന്നു. പിന്നെയും തോണ്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല. ജ്യൂസ് എടുത്ത് അവന്റെ തലയിൽ കൂടെ കമഴ്ത്തി. അത് പൊളിച്ചു. അവൻ അങ്ങനെ തന്നെ വേണം, കുഞ്ചു ആവേശത്തോടെ പറഞ്ഞു. ബാക്കി കൂടെ കേൾക്ക്, ലിയ അലീനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അലീന ചുണ്ടുകൊട്ടി കാണിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്നും മാറിപ്പോയി. ഇവൾ ജ്യൂസ് ഒഴിച്ചതും ആ ചെക്കൻ എഴുന്നേറ്റുന്ന ഒരുമിച്ചായിരുന്നു. നേരെ അതുവഴി പോയ ഒരു ചെക്കൻ്റെ വൈറ്റ് ഷർട്ടിൽ മുഴുവനുമായി. പിന്നെ പറയണോ, ആ ചെക്കൻ അങ്ങ് തുടങ്ങി. ആദ്യം അവൾ കുറെ സോറി പറഞ്ഞു. പിന്നെയും ആ ചെക്കൻ പറഞ്ഞതും ആ വഴി പോയൊരു കുഞ്ഞിന്റെ കയ്യിലിരുന്ന ഐസ്ക്രീം അവന്റെ ഷർട്ടിൽ തെച്ചിവൾ എന്നെയും വിളിച്ചുകൊണ്ട് ഓടി. ലിയ പറഞ്ഞതും ഞാൻ ഇത്രയും വല്ല ചെയ്തുള്ളൂ എന്ന ഭാവത്തിൽ നിഷ്കു ലുക്കിൽ അവരെ നോക്കി നിൽക്കുകയാണ് അലീന. അത് പിന്നെ ദേഷ്യം വരില്ലേ, അവന്റെ കുറെ ഇംഗ്ലീഷും ബ്ലഡി എരപ്പാളി. അലീന പറഞ്ഞതും കുഞ്ചു ചിരിച്ചു. പിന്നാലെ മനുവും ശിവയും.